ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി കയറിയാലും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിക്കാമെന്ന് തെളിയിച്ച താരമായിരുന്നു ഷിയാസ് കരീം. പേളിയും ശ്രീനിഷുമായുള്ള കൂട്ടുകെട്ടാണ് ഷിയാസിനെ അവസാന 5 പേരിൽ എത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത്. ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ഇവർ മൂവരും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരുകയും ചെയ്തിരുന്നു. അതിന്റെ യൂട്യൂബ് ചാനൽ വീഡിയോകളടക്കം പേളി പങ്കുവച്ചിരുന്നു. അതിലാദ്യത്തേത് ചെട്ടിനാട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോയാണ്. മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് ആ വീഡിയോ നേടിയത്. പേളിയും ശ്രീനിഷുമായുള്ള പ്രണയം ആദ്യം പേളിയുടെ വീട്ടിലെത്തി സംസാരിച്ചതും ഷിയാസ് കരീമായിരുന്നു. പിന്നീട് വിവാഹത്തിനടക്കം ഷിയാസും ടീമും എത്തി ആഘോഷമാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പേളി ആരുമായും യാതൊരു അടുപ്പവും സൂക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം പേളി മാണിക്കെതിരെ നടി മെറീന മൈക്കിൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തനിക്ക് ഗുണം ചെയ്യാത്ത സൗഹൃദങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്ന പ്രകൃതക്കാരിയാണ് പേളി എന്ന തരത്തിൽ ചർച്ചകൾ വ്യാപകമായത്. ഇതിനു പിന്നാലെ പേളിയുടെ സോഷ്യൽ മീഡിയയിലെ സ്വഭാവം ഫേക്ക് ആണെന്നും വിമർശനം ഉയർന്നു. ഇതാദ്യമായല്ല ഇത്തരമൊരു വാദം പുറത്തുവരുന്നത്. ബിഗ് ബോസിൽ പേളിക്കൊപ്പം സഹമത്സരാർത്ഥികളായി എത്തിയ ഒന്നിലേറെ പേർ ഈ വാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പേളി ശ്രീനിഷ് ആരാധകർ അന്ന് ഈ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. രഞ്ജിനി ഹരിദാസ്, അർച്ചന, ശ്വേത മേനോൻ എന്നിവരാണ് പേളി മാണി ക്യാമറയ്ക്ക് മുന്നിൽ ഫേക്കായി പെരുമാറുകയാണെന്ന വാദം ഉന്നയിച്ചത്. തുടക്കം മുതൽക്ക് തന്നെ രഞ്ജിനിയുടെ ഈ വാദം പാടെ തള്ളിക്കളയുകയായിരുന്നു പേളി. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് പേളിയുടെ അടുത്ത സുഹൃത്തായിരുന്നു രഞ്ജിനി ഹരിദാസ്. ശ്വേതയും അർച്ചനയുമെല്ലാം മറ്റു ഷോകളിലൂടെയും കണ്ട് പരിചയമുള്ളവരും. അന്ന് കണ്ട പേളിയെയും പേളിയുടെ സ്വഭാവവുമല്ല ബിഗ് ബോസ് ഹൗസിലെന്നാണ് രഞ്ജിനി ഹരിദാസ് തുടക്കം മുതൽക്കേ പറഞ്ഞിരുന്നത്. ഇവർ ഒരു ടീം ആയേക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയത്. എന്നാൽ പേളി ഇവരാരുമായും ചേർന്നില്ല. രഞ്ജിനിയുമായി വലിയ വഴക്കും നടന്നു. ബിഗ് ബോസ് അന്ന് ഇന്നത്തെ പോലെ 24 മണിക്കൂർ ലൈവ് ഇല്ല. പേളിയുടെ ഫാൻ ബേസ് കൂടാൻ ലൈവ് ഇല്ലാത്തതും കാരണമാണെന്ന വാദവും പുറത്തുവന്നു. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പേളി മാണി സഹമത്സരാർത്ഥികളിൽ ആരുമായും വലിയ സൗഹൃദം വെച്ചിട്ടില്ല. രഞ്ജിനി, ഷിയാസ് കരീം തുടങ്ങിയവരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഷിയാസുമായി യാതൊരു അടുപ്പവും ഇപ്പോൾ സൂക്ഷിക്കുന്നില്ല. ഷിയാസിന്റെ വിവാഹത്തിനും പേളി വന്നിരുന്നില്ല. ബിഗ് ബോസിലായിരുന്നപ്പോൾ പേളിയും ഷിയാസും ശ്രീനിഷുമായിരുന്നു അടുത്ത സുഹൃത്തുക്കൾ. എല്ലാവരും പേളിയെ ഉപേക്ഷിച്ചപ്പോൾ ഒപ്പം നിന്നത് ഷിയാസും ശ്രീനിഷും മാത്രമായിരുന്നു. ബിഗ് ബോസിൽ നിന്നിറങ്ങി കുറച്ചുകാലം ഈ സൗഹൃദം തുടർന്നിരുന്നു. എന്നാൽ പിന്നീട് ഇവരെ ഒരുമിച്ച് കാണാതായി. പേളിയുമായി സൗഹൃദമുണ്ടെന്നും എന്നാൽ അവർ രണ്ടുപേരും കുടുംബജീവിതത്തിലേക്ക് കടന്ന ശേഷം അധികം കാണാറില്ലെന്നുമാണ് ഷിയാസ് ഇതേക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്. എവിടെയും ഇടിച്ചു കയറി ചെല്ലുന്ന ആളല്ല താനെന്നും ഷിയാസ് വ്യക്തമാക്കിയിരുന്നു. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പേളി മാണിയും രഞ്ജിനിയും ഒരുമിച്ച് വീഡിയോയ്ക്ക് മുന്നിൽ വരികയും സൗഹൃദത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറെക്കാലമായി ഇവരെ ഒരുമിച്ച് കാണാറില്ല. അർച്ചന സുശീലനും പേളിയും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ പോലും ചെയ്യുന്നില്ല. ശ്വേതയുമായും പേളിക്ക് യാതൊരു സൗഹൃദവുമില്ല. ബിഗ് ബോസിൽ നിന്നും തന്റെ പങ്കാളിയെ കണ്ടെത്തിയ പേളി പിന്നീട് കുടുംബജീവിതത്തിലേക്കാണ് ശ്രദ്ധ നൽകിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.